നമസ്കാരം. പ്രതീക്ഷകളുടെ കടൽ ദൂരം താണ്ടിയാണ് ഓരോ പ്രവാസിയും അക്കരെ എത്തുന്നത്. സ്വർഗവും നരകവും കയ്യകലത്ത് കാണാം പ്രവാസ ലോകത്ത്. ആഡംബരങ്ങളുടെ പറുദീസയും ആകുലതകളുടെ ഇടനാഴികളും തൊട്ടരികെ തന്നെയുണ്ട്. ആയിരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തൊഴിലാളി ക്യാമ്പുകൾ നിരനിരയായി ഒരു വശത്ത്, കോടികൾക്ക് മുകളിൽ വാടകയുള്ള അമ്പരച്ചുംബികൾ മറുവശത്ത്. കഷ്ടിച്ച് 100 രൂപ കൊണ്ട് ഒരു ദിനം തള്ളി നീക്കുന്നവരും ലക്ഷങ്ങൾ പൊട്ടിച്ചു തീർക്കുന്നവരും പ്രവാസ ലോകത്തുണ്ട്. തുച്ഛമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തലചായ്ക്കാൻ ഒരിടവും യാത്രയ്ക്കൊരു വാഹനവും ഒത്താൽ അത് വലിയ ആഡംബരമാണ്. ഓരോ നാണയത്തുട്ടിനെയും 10 കൊണ്ടും 20 കൊണ്ടുമൊക്കെ ഗുണിച്ചു നോക്കിയാവും പ്രവാസി ചെലവാക്കുക. പ്രത്യേകിച്ച് ആദ്യ നാളുകളിൽ ചെറിയ തുകയ്ക്ക് കിട്ടുന്ന അറബി റൊട്ടിയിൽ അവൻ പ്രാതലും അത്താഴവും സമ്പന്നമാക്കും. ശേഖരിച്ചു വയ്ക്കും പോലും മിച്ചം വയ്ക്കുന്ന തുകയും അല്പം കടം വാങ്ങിയതും ചേർത്ത് നാട്ടിലേക്ക് അയക്കുന്നവരാണ് പ്രവാസ ലോകത്തെ ഭൂരിഭാഗം പേരും. മക്കളുടെ വിദ്യാഭ്യാസം, തലചായ്ക്കാൻ കൂര, സഹോദരിമാരുടെ വിവാഹം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പ്രാരാബ്ധങ്ങൾ ഓരോ പ്രവാസിക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വില കൂടുന്നതും കുറയുന്നതുമൊക്കെ പ്രവാസികളെ ബാധിക്കും. പുതുവർഷത്തിൽ 9 അവശ്യ വസ്തുക്കളുടെ വില വർധന തടഞ്ഞിരിക്കുകയാണ് സാമ്പത്തിക മന്ത്രാലയം. അവ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അരി, ഗോതമ്പ്, റൊട്ടി, പാചക എണ്ണ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പഞ്ചസാര, കോഴി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വില വർധനവാണ് തടഞ്ഞിരിക്കുന്നത്. 2025 ജനുവരി 2 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. മുൻകൂർ അനുമതിയില്ലാതെ രാജ്യത്തെ ചില്ലറ വ്യാപാരികൾ ഈ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ പാടില്ല. അടുത്ത വർഷം മുതൽ വില വർധനയ്ക്കിടയിൽ 6 മാസത്തെ ഇടവേള ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. വിതരണക്കാർ, ചില്ലറ വ്യാപാരികൾ, ഡിജിറ്റൽ വ്യാപാരികൾ എന്നിവർ പുതിയ നയം നടപ്പിലാക്കണം. പുതുക്കിയ വില ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വേണം. തീരുമാനം ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണവും മിന്നൽ പരിശോധനയും ഊർജിതമാക്കും. ശുചീകരണ ഉൽപ്പന്നങ്ങളുടെയും അനുബന്ധ വസ്തുക്കളുടെയും വില കുറച്ചിട്ടുണ്ടെന്നാണ് സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. വിപണികളിൽ അവശേഷിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും നിയമം ബാധകമായിരിക്കും. കുത്തക സമ്പ്രദായം പരിമിതപ്പെടുത്തി വിപണിയിൽ സ്ഥിരതയും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. 245 ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയത്തിൽ സുതാര്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മന്ത്രാലയം ഗുണനിലവാരമുള്ള ബദൽ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും. ഗൾഫിലേക്ക് പോകുന്നവരെല്ലാം പൊന്നു വാരുന്നില്ല. നാട്ടിലെ കിടപ്പാടവും എന്തിന് കെട്ടുതാലി പോലും പണയപ്പെടുത്തിയാണ് പലരും വിസ സമ്പാദിക്കുന്നത്. ഇതിനിടയിൽ തട്ടിപ്പിനും വെട്ടിപ്പിനുമെല്ലാം വിധേയരാകാം. വല്ല വിധേനയും ഗൾഫിലെത്തിയാലോ തലചായ്ക്കാൻ ഒരിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടാണ്. മിക്കവരും എത്തിപ്പെടുന്നത് ലേബർ ക്യാമ്പുകളിലാണ്. ക്യാമ്പ് എന്നാൽ സുഖസൗകര്യങ്ങളുടെ ധാരാളിത്തമുള്ള സ്ഥലമെന്നാണ് പലരുടെയും ധാരണ. ഫ്ലാറ്റുകളിൽ തങ്ങാൻ അനുവദനീയമായതിലും അധികം ആളുകൾ തങ്ങുന്നുണ്ട്. 2-3 കുടുംബങ്ങൾ അടുക്കള ടേൺ വെച്ച് പങ്കിട്ട് ഒറ്റ ഫ്ലാറ്റിൽ കഴിയുന്നു. എല്ലാം നാട്ടിലുള്ളവരുടെ പട്ടിണി അകറ്റാൻ, അല്ലെങ്കിൽ പണയ മുതലിന് പലിശ അടയ്ക്കാൻ, അതുമല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.